നമസ്കാരം, ഞാൻ ബൈജു ദേവസി. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. ചിമ്മിനി ഡാമിൽ ശേഷിക്കുന്നത് 23 ദിവസം കൂടി തുറന്നുവിടാനുള്ള വെള്ളം മാത്രം. വരൾച്ചാ ഭീഷണിയിൽ നാട്. വന്യജീവികൾക്കായി വെള്ളിക്കുളങ്ങര വനത്തിനകത്ത് നിർമ്മിച്ച തടയണ വറ്റി വരണ്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 ഒരുക്കങ്ങൾ ജില്ലയിൽ പുരോഗമിക്കുന്നതായി ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ. വേലുപ്പാടം വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ ഓർമ്മ തിരുനാളിനോടനുബന്ധിച്ച് ആമ്പല്ലൂരിൽ തീർത്ഥാടന പദയാത്ര നടത്തി. പുതുക്കാട് ഫൊറോന വികാരി ഫാദർ പോൾ തേക്കാനത്ത് ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത കുറുമാലിയിൽ വാഹനമിടിച്ച് പുള്ളിമാൻ ചത്തു. 1.5 വയസ്സ് പ്രായമുള്ള മാനാണ് ചത്തത്. വാർത്തകൾ വിശദമായി. ചിമ്മിനി ഡാമിൽ ശേഷിക്കുന്നത് 23 ദിവസം കൂടി തുറന്നുവിടാനുള്ള വെള്ളം മാത്രം. ഡാമിന്റെ സംഭരണ ശേഷിയുടെ 17.55% വെള്ളം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. റൂൾ കർവ് പ്രകാരം 43.39% വെള്ളം ഡാമിൽ ഉണ്ടാകേണ്ട സമയത്താണ് ഈ അവസ്ഥ. 1 ദശലക്ഷം ഘനമീറ്റർ അളവിൽ ഡാമിൽ നിന്ന് വെള്ളം തുറന്നുവിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കണക്കിൽ 23 ദിവസം കൂടി വെള്ളം തുറന്നുവിട്ട് കഴിയുമ്പോഴേക്കും ജലനിരപ്പ് 40 മീറ്റർ എന്ന സ്ലൂയിസ് ലെവലിനേക്കാൾ താഴെയെത്തും. ഇതോടെ ജലവിതരണം നിലയ്ക്കുകയും ചെയ്യും. കുറുമാലി, കരുവന്നൂർ പുഴകൾ കടന്നുപോകുന്ന മേഖലകളിലെല്ലാം ഏപ്രിൽ അവസാനത്തോടെ വരൾച്ചാ സാധ്യത സജീവമായി. ചിമ്മിനി ഡാമിൽ സമീപ വർഷങ്ങളിലുണ്ടായ ഏറ്റവും കുറഞ്ഞ ജലനിരപ്പാണ് ഇപ്പോഴുള്ളത്. കഴിഞ്ഞ വർഷം ഇതേ ദിവസം 55.9 മീറ്റർ ജലനിരപ്പ് രേഖപ്പെടുത്തിയ സമയത്താണ് തിങ്കളാഴ്ച 2 മീറ്ററോളം കുറവിൽ 53.31 മീറ്ററിൽ എത്തിയത്. 23.25% വെള്ളവും കഴിഞ്ഞ മാർച്ച് 18 ഡാമിലുണ്ടായിരുന്നു. റൂൾ കർവ് പ്രകാരം 65.77 മീറ്ററാണ് ഈ സമയത്ത് ഡാമിൽ രേഖപ്പെടുത്തേണ്ട ജലനിരപ്പ്. ഇതിനേക്കാൾ ഏറെ താഴെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. സ്ലൂയിസ് വാൽവിനെ പൊതിഞ്ഞ ലോഹക്കൂടിന്റെ ഭാഗം ഡാമിന്റെ ചുവട്ടിൽ ഏറെക്കുറെ തെളിഞ്ഞു കാണുന്ന അവസ്ഥയിലാണ്. 13 മീറ്റർ കൂടി ജലനിരപ്പ് താഴാൻ 3 ആഴ്ചയിൽ കൂടുതൽ വേണ്ടിവരില്ല. ഇതോടെ ജലവിതരണം പൂർണ്ണമായും സ്തംഭിക്കും. NCTV പുതുക്കാട്. വേനലിൽ കാട് വരണ്ടുമ്പോൾ ദാഹജലം തേടി അലയുന്ന വന്യജീവികൾക്കായി വനത്തിനകത്ത് നിർമ്മിച്ച തടയണ വറ്റി വരണ്ടു. വെള്ളിക്കുളങ്ങര വനത്തിനകത്തുള്ള തടയണയാണ് വറ്റി വരണ്ടത്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ അനുഭവപ്പെടുന്ന അത്ഭുതപൂർവമായ ചൂടിനെ തുടർന്ന് ഫെബ്രുവരി ആദ്യത്തിൽ തന്നെ തടയണ വറ്റി വരണ്ടുപോയിരുന്നു. വെള്ളിക്കുളങ്ങര വനത്തിൽ നിന്ന് കോർമല ഭാഗത്തേക്ക് ഒഴുകുന്ന നീർച്ചോലയിലാണ് വർഷങ്ങൾക്ക് മുമ്പ് ഈ തടയണ നിർമ്മിച്ചത്. മഴക്കാലത്ത് വെള്ളത്തിൻ്റെ നിറസമൃദ്ധിയുള്ള തടയണ വേനൽ ആരംഭത്തിൽ തന്നെ വറ്റി വരണ്ടു പോകുന്നതിനാൽ വന്യജീവികൾ ദാഹജലം തേടി വനാതിർത്തി ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 ഒരുക്കങ്ങൾ ജില്ലയിൽ പുരോഗമിക്കുന്നതായി ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൃശ്ശൂരിൽ ഇത്തവണ 25,90,721 വോട്ടർമാരാണ് ഉള്ളത്. 13,52,552 സ്ത്രീ വോട്ടർമാരും 12,38,114 പുരുഷ വോട്ടർമാരും 55 ട്രാൻസ്ജെൻഡർ വോട്ടർമാരുമാണുള്ളത്. 85 വയസ്സിലധികം പ്രായമുള്ള വോട്ടർമാർ 25,489. 26,747 ഭിന്നശേഷിക്കാരായ വോട്ടർമാരുമാണുള്ളത്. ജില്ലയിൽ 1,194 ലൊക്കേഷനുകളിലായി 2,319 പോളിംഗ് സ്റ്റേഷനുകളാണുള്ളത്. സ്ത്രീകളുടെ നേതൃത്വത്തിൽ പൂർണ്ണമായും പ്രവർത്തിക്കുന്ന പോളിംഗ് ബൂത്തുകളും 10% മാതൃകാ പോളിംഗ് ബൂത്തുകളും സജ്ജമാക്കും. 85 വയസ്സിലധികം പ്രായമുള്ളവർക്കും 40%-ലധികം ഭിന്നശേഷിക്കാരായവരെന്ന് സാക്ഷ്യപത്രമുള്ളവർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹോം വോട്ടിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏപ്രിൽ 4 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. ഏപ്രിൽ 5 നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധനയും ഏപ്രിൽ 8 നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുമുള്ള അവസാന തീയതിയുമാണ്. കളക്ടറേറ്റ് എക്സിക്യൂട്ടീവ് ഹാളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സബ് കളക്ടർ ഷെഫീഖ്, ADM T മുരളി, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ MC ജ്യോതി തുടങ്ങിയവർ പങ്കെടുത്തു. വേലുപ്പാടം വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ ഓർമ്മ തിരുനാളിനോടനുബന്ധിച്ച് ആമ്പല്ലൂരിൽ തീർത്ഥാടന പദയാത്ര നടത്തി. അളഗപ്പ നഗർ ത്യാഗരാജ പോളിടെക്നിക് കോളേജ് അങ്കണത്തിൽ നിന്നുമാണ് പദയാത്ര ആരംഭിച്ചത്. പുതുക്കാട് ഫൊറോന വികാരി പോൾ തേക്കാനത്ത് ഉദ്ഘാടനം നിർവഹിച്ചു.
വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ മരണത്തിരുനാൾ അനുസ്മരിക്കുകയാണ്. ഈ ദിവസം നോമ്പുകാല ചൈതന്യത്തോടെ ഒരു തുടർന്ന് തീർത്ഥാടന കേന്ദ്രത്തിൽ ഫാദർ തോമസ് ഉക്കൻ കാർമ്മികനായി ആഘോഷമായ പാട്ടുകുർബാന നടത്തി. ഫാദർ ജോജു പനിക്കൽ തിരുനാൾ സന്ദേശം നൽകി. തിരുശേഷിപ്പ് വണങ്ങാനുള്ള സൗകര്യവും പിതാപാതയിൽ ഒരുക്കിയിരുന്നു. ശ്രാദ്ധ ഊട്ടുസദ്യയും ഉണ്ടായിരുന്നു. വികാരി ഫാദർ ഡേവിസ് ചെറിയത്ത്, അസിസ്റ്റന്റ് വികാരി ഫാദർ പ്രിജോ വടക്കേത്തല, ജനറൽ കൺവീനർ ജോസഫ് വട്ടപ്പിള്ളി, പദയാത്ര ക്യാപ്റ്റൻ ബേബി വാഴക്കാല, ജോയിന്റ് കൺവീനർമാരായ പോളി കണ്ണംകുടം, ജോസ് വർഗീസ് അക്കര, ജോൺസൺ പൂതക്കാടൻ, കൈക്കാരന്മാരായ പോൾ മഞ്ഞളി, മനോജ് കോഴിക്കുന്നേൽ, ജോഷി ചിറ്റടി, ബൈജു വാഴക്കാല, പബ്ലിസിറ്റി കൺവീനർ ജേക്കബ് നടുവിൽ പീടിക എന്നിവർ നേതൃത്വം നൽകി. ദേശീയപാത കുറുമാലിയിൽ വാഹനമിടിച്ച് പുള്ളിമാൻ ചത്തു. ചൊവ്വാഴ്ച രാവിലെ 9:45 സംഭവം. കാലിന് ഗുരുതരമായി പരിക്കേറ്റ മാനിനെ കണ്ട യാത്രക്കാർ വനം വകുപ്പിനെ വിവരമറിയിക്കുകയായിരുന്നു. പാലപ്പിള്ളിയിലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മണ്ണുത്തി വെറ്റിനറി കോളേജിലേക്ക് മാനിനെ മാറ്റുന്നതിനിടയിലാണ് ചത്തത്. 1.5 വയസ്സ് പ്രായമുള്ള ആൺമാനാണെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കാട്ടിൽ നിന്നും മാൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന അന്വേഷണവും നടക്കുന്നുണ്ട്. വനമേഖലയിൽ നിന്ന് കൂട്ടം തെറ്റിയ മാൻ കുറുമാലിപ്പുഴയിലൂടെ ഒഴുക്കിൽപ്പെട്ട് ജനവാസ മേഖലയിൽ എത്തിയതാകാമെന്ന നിഗമനത്തിലാണ് വനപാലകർ. LDWF നെന്മണിക്കര മേഖലാ കൺവെൻഷൻ മണലിയിൽ വെച്ച് നടന്നു. കേരള മഹിളാ സംഘം പുതുക്കാട് മണ്ഡലം സെക്രട്ടറി രാജി രാജൻ ഉദ്ഘാടനം ചെയ്തു. മഹിളാ അസോസിയേഷൻ മേഖലാ സെക്രട്ടറി അനിത ആനന്ദൻ അധ്യക്ഷത വഹിച്ചു. കേരള മഹിളാ സംഘം ജില്ലാ കമ്മിറ്റി അംഗം ഗ്രീഷ്ണ ഗോപാലൻ, കൊടകര ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ, നെന്മണിക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജലക്ഷ്മി, മഹിളാ സംഘം മേഖലാ സെക്രട്ടറി രജനി മുരാന്തകൻ, ശാന്ത ഉണ്ണികൃഷ്ണൻ, ബിന്ദു രാജേന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. LDWF അളഗപ്പ ഈസ്റ്റ് മേഖലാ കൺവെൻഷൻ ആമ്പല്ലൂരിൽ സംഘടിപ്പിച്ചു. കേരള മഹിളാ സംഘം പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് ഷീല ജോർജ് ഉദ്ഘാടനം ചെയ്തു. മഹിളാ അസോസിയേഷൻ മേഖലാ സെക്രട്ടറി ഉഷാദേവി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, കേരള മഹിളാ സംഘം പുതുക്കാട് മണ്ഡലം സെക്രട്ടറി രാജി രാജൻ, CPI ലോക്കൽ സെക്രട്ടറി VK അനീഷ്, മഹിളാ അസോസിയേഷൻ മേഖലാ പ്രസിഡന്റ് S ജിജി, മഹിളാ സംഘം മേഖലാ പ്രസിഡന്റ് അനുപമ സുധീഷ്, പങ്കജവല്ലി, കൊടകര ബ്ലോക്ക് അംഗം ടെസ്സി വിൽസൺ എന്നിവർ പ്രസംഗിച്ചു. 101 അംഗ ജനറൽ കമ്മിറ്റിയെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. കൺവീനർ K പങ്കജവല്ലി, ചെയർമാൻ ഉഷാദേവി, ട്രഷറർ അനുപമ സുധീഷ് എന്നിവരാണ് ഭാരവാഹികൾ. UDF സ്ഥാനാർത്ഥി K മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തോടനുബന്ധിച്ച് മറ്റത്തൂർ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട ദേവാലയങ്ങളിലും പൗരപ്രമുഖരെയും സന്ദർശിച്ചു. അതോടൊപ്പം മറ്റത്തൂർ കുന്നിൽ 156, 157, 158, 159 എന്നീ ബൂത്തുകാരുടെ സംയുക്ത തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം K മുരളീധരൻ നിർവഹിച്ചു. മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ രഞ്ജിത്ത് കൈപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുധൻ കാരയിൽ, ശിവരാമൻ പൊതയിൽ, KM ബാബുരാജ്, TM ചന്ദ്രൻ, സജീവൻ കുരിയച്ചിറ, AB പ്രിൻസ്, KN നൌഷാദ്, പിയൂസ് ഇഞ്ചക്കുണ്ട്, പോൾ പുല്ലോക്കാരൻ, സുരേന്ദ്രൻ ഞാറ്റുവെട്ടി, ബെന്നി തൊണ്ടുങ്ങൽ, സാദത്ത്, ശാലിനി ജോയ്, KV തോമസ്, ലിൻഡോ പള്ളിപ്പറമ്പിൽ എന്നിവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. LDF പുതുക്കാട് മണ്ഡലം 115 ബൂത്ത് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. MA ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. സുനന്ദ ശശി, PV മണി, ദിനു ദിവാകരൻ, PV ബിജു, KJ ജിമ്മി എന്നിവർ സംസാരിച്ചു. മുപ്ലിയം മുത്തുമല ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പൂയ മഹോത്സവം ബുധനാഴ്ച ആഘോഷിക്കും. 4 ദേശങ്ങളിൽ നിന്നും കാവടി ആഘോഷവും 1 ദേശത്തിന്റെ പൂരവും ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരും. സംസ്ഥാനത്ത് സ്വർണ്ണവില ഉയർന്നു. പവന് 360 രൂപ ഉയർന്നതോടെ വീണ്ടും സർവ്വകാല റെക്കോർഡിലേക്കെത്തി. പവന് 360 രൂപ വർദ്ധിച്ച് 48,640 രൂപയും ഗ്രാമിന് 45 രൂപ വർദ്ധിച്ച് 6,080 രൂപയുമായി. കേരളത്തിലെ താപനില സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വ്യാഴാഴ്ച വരെ പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, കോട്ടയം, തൃശൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, എറണാകുളം, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഇനി കാലാവസ്ഥ.
കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ആർദ്രം മെഡിക്കൽ ഓഫീസറായി കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യാൻ താൽപ്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. യോഗ്യത MBBS ബിരുദം, TCMC രജിസ്ട്രേഷൻ. താൽപ്പര്യമുള്ളവർ ബുധനാഴ്ച മാർച്ച് 20 വൈകിട്ട് 5 മണിക്ക് മുൻപ് അപേക്ഷ വരന്തരപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രം ഓഫീസിൽ എത്തിക്കേണ്ടതാണ്. അയിലൂർ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസസിൽ ലൈബ്രറി സയൻസ് ആൻഡ് ഇൻഫർമേഷൻ സയൻസ് സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് സ്പോട്ട് അഡ്മിഷൻ തുടരുന്നു. യോഗ്യത SSLC ആണ്. താൽപ്പര്യമുള്ളവർ സർട്ടിഫിക്കറ്റുകൾ സഹിതം കോളേജുമായി ബന്ധപ്പെടുക. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 8540050209, മറ്റൊരു നമ്പർ 9495069307. ഇനി സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6080 രൂപയും പവന് 48,640 രൂപയും രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. ചിമ്മിനി ഡാമിൽ ശേഷിക്കുന്നത് 23 ദിവസം കൂടി തുറന്നുവിടാനുള്ള വെള്ളം മാത്രം. വരൾച്ചാ ഭീഷണിയിൽ നാട്. വന്യജീവികൾക്കായി വെള്ളിക്കുളങ്ങര വനത്തിനകത്ത് നിർമ്മിച്ച തടയണ വറ്റി വരണ്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 ഒരുക്കങ്ങൾ ജില്ലയിൽ പുരോഗമിക്കുന്നതായി ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ. വേലുപ്പാടം വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ ഓർമ്മ തിരുനാളിനോടനുബന്ധിച്ച് ആമ്പല്ലൂരിൽ തീർത്ഥാടന പദയാത്ര നടത്തി. പുതുക്കാട് ഫൊറോന വികാരി ഫാദർ പോൾ തേക്കാനത്ത് ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത കുറുമാലിയിൽ വാഹനമിടിച്ച് പുള്ളിമാൻ ചത്തു. 1.5 വയസ്സ് പ്രായമുള്ള മാനാണ് ചത്തത്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയുന്നതിന് NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.